ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള 2 ഏക്കറോളമുള്ള പാടത്ത് റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച ഹരിച്ചേട്ടൻ്റെ കൃഷിരീതികളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹരിച്ചേട്ടൻ ആദ്യമായിട്ടാണ് റെഡ് ലേഡി കൃഷി ചെയ്യുന്നത്. അപ്പം പുതിയതായിട്ട് ഈ ഒരു കൃഷി രീതിയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രചോദനമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ കൃഷി രീതികളെക്കുറിച്ച് ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ട്രാവൽ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം മാറിയിട്ട് പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഇതൊരു പാടമാണ്. നിലവിൽ നെൽകൃഷിയും ചെയ്യുന്നില്ല, അല്ലാത്ത കൃഷികൾ ചെയ്യുന്നൊരു പാടമാണിത്. അപ്പോൾ ഇവിടെ ഒരു റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്ത ചേട്ടനുണ്ട്. ഹരി എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇത് കൃഷി ചെയ്തേക്കുന്നത്. ഏകദേശം എനിക്ക് വേണമെങ്കിൽ ഒരു 1-2 ഏക്കറോളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാടത്തേക്ക് പോയിട്ട് ആ ചേട്ടനോട് മോട്ടർ അടിക്കും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നന വേണ്ട ഒരു പപ്പായ കേട്ടോ ഈ ഒരു റെഡ് ലേഡി. എന്നാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേട്ടനോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കാം. വാ, നമുക്ക് പാടത്തോട്ട് ഇറങ്ങാം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും 15 കിലോമീറ്റർ അകലെ മാറിയാണ് പന്നൂർ എന്ന കൊച്ചു ഗ്രാമമുള്ളത്. നമ്മുടെ മുന്നിൽ കാണുന്ന കണ്ടോ, ചുറ്റും റബ്ബർ തോട്ടമാണ്. ആ നടുക്ക് കാണുന്ന കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ പാടമായിട്ടുള്ളൂ. അവശേഷിക്കുന്ന പാടത്ത് കൃഷി ചെയ്യാനിപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഹരിച്ചേട്ടനെടുത്ത ആ ഒരു ഉദ്യമം വിജയത്തിലേക്ക് എത്തിയ കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഏകദേശം 2 ഏക്കറോളം വരുന്ന ഈ ഒരു പാടത്ത് 400ഓളം റെഡ് ലേഡി തൈകൾ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ വിളവെടുപ്പ് സമയമാകാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം വരുന്ന ചെറിയ കയ്യാണിയാണത്. പക്ഷേ ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളമില്ല. ചേട്ടന് ഈ കപ്പളമല്ലാതെ വേറെ പല കൃഷികളുണ്ടോ? ഇവിടെ കൂടുതലായിട്ടും ഇന്നാളെ ഒരു 2-3 മാസം മുമ്പ് നമുക്ക് ഇവിടെ മൊത്തം ഇഞ്ചിപ്പയർ നട്ടേക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് റെഡ് ലേഡി വെച്ചിട്ടുള്ളത്. പേരെന്താണോ? ഹരി. ഹരി. പന്നൂരല്ലേ വീട്? പന്നൂര്. ഈ കൃഷിയിലോട്ട് എങ്ങനെയാണ് കിടന്നേ? കൃഷി വാഴക്കൃഷിയും അല്ല പയർ കൃഷിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പാർട്ടി ഇങ്ങനെ പറഞ്ഞത് കപ്പള കൃഷി കുഴപ്പമില്ലാന്ന് അങ്ങനെ ഇറങ്ങിയതാ. ഇതിനു മുമ്പ് റെഡ് ലേഡി കൃഷി ഇല്ല, കണ്ടിട്ടില്ല. ഇവിടെ നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നും ഇല്ലെന്നേ. തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. തമിഴ്നാടും മൈസൂറാണ് ഇതിന്റെ കേന്ദ്രം. തൃശ്ശൂർ ജില്ലകളിലൊക്കെ തൃശ്ശൂരൊക്കെ ഉണ്ട്. അല്ല, ഈ പാലാ ഭാഗത്തൊക്കെ ഉണ്ടെന്നേ. പലയിടത്തും ഇപ്പോൾ കുറേശ്ശെ ഉണ്ട്, നമ്മളറിയില്ലാന്നേ ഉള്ളൂ. ചെപ്പുളത്തുണ്ടായിരുന്നു. എത്ര തൈകൾ വെച്ചിട്ടുണ്ട്? ഇത് 370 തൈ പാലായിൽ ഒരു നഴ്സറിന്ന്. മുണ്ടിയ നേഴ്സറിയുടെ പേര് മുണ്ടിയ. ഇച്ചിരി ഇത്ര നീളം, ഒരടി പോലും ഇല്ല. ചെറുതാ. ജൈവവളം ചാണകപ്പൊടിയിലും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാം കൂടി ഇട്ടങ്ങ് നടും. പിന്നെ കോഴിവളം, രാസവളം ഇടും. ഇടയ്ക്ക് ഇടും. ഇപ്പൊ വേനലായതുകൊണ്ട് ഇട്ടില്ല. ഇപ്പൊ കഴിഞ്ഞാണ് കടലപ്പിണ്ണാക്ക് പൊടിച്ചിടുക. എല്ലാ ദിവസവും വേണ്ട, 2-3 ദിവസങ്ങളും കൂടുമ്പോ. ഉണക്ക് ഭയങ്കര പൂവൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഒരൊറ്റ പൂ പോലും പിടിച്ചിട്ടില്ല. എല്ലാം പറിക്കണ വേണ്ട, 7 മാസം കൊണ്ട് 8 മാസം കൊണ്ട് ആവുന്ന. ഇത് കണ്ട 6 മാസം കഴിഞ്ഞു അല്ലേ? 6 മാസം കഴിഞ്ഞു. ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞാൽ ഇത് പറിക്കാം. ഈ ശരിക്കും ഇത് കൊടുക്കാൻ ഇവിടെ മാർക്കറ്റ് എറണാകുളംകാർ പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മുടെ ശരാശരി കിലോയ്ക്ക് എത്ര വേണ്ട? ഒരു 30 രൂപ, 28-30 രൂപ ഇപ്പൊ ഒരു വില കിട്ടിയാൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. ചേട്ടൻ ഇവിടെ നേരത്തെ ഞാൻ ഈ ഇതിലെ കളിച്ചിട്ടൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന റൂട്ടാണ്. ഇവിടെ പല കൃഷികളും ചെയ്തിട്ടുണ്ട്. വാഴ കൃഷി ചെയ്തിട്ടുണ്ട്, ഇഞ്ചിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇഞ്ചിപ്പയറുണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ ഇച്ചിരി മോശം. അതെ അല്ലേ? എന്തെങ്കിലും ഈ നമ്മുടെ കൃഷിഭവന്റെ കൃഷി ഓഫീസിൽ ഇപ്പൊ ഒന്നും സഹായങ്ങളൊന്നും ഇപ്പൊ ഇല്ലെന്നേ. ഒന്നുമില്ല, കണ്ടത്തിൽ ചെയ്താൽ ഒന്നുമില്ല. കണ്ടത്തിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒന്നും അപേക്ഷ ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ അപേക്ഷ നിയമം അനുസരിച്ച് എവിടെ ചെയ്യണം കൃഷി? കരപ്പറമ്പില്. അല്ല, പാട്ടത്തിനടുത്തല്ലേ. പണ്ട് കാലത്ത് ഈ ഒരു പാടം ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ചുറ്റും കണ്ട റബ്ബർ മരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഫുള്ള് പാടമായിരുന്നു. പിന്നീട് ഈ പാടമൊക്കെ ആൾക്കാർ കൃഷി ചെയ്യാത്തപ്പം അത് റബ്ബർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാണ്. ഇപ്പോൾ ഈ ഒരു എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ 10-25 വർഷമായിട്ട് ഇപ്പോൾ ഇതുപോലെയുള്ള ഈ കുറച്ച് പാടം മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ള് റബ്ബറായി. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ പണ്ട് പാടങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എല്ലാം നാമാവശേഷമായിട്ടോ. എന്തായാലും റെഡ് ലേഡി കൃഷി ഇങ്ങനെയൊരു പാടം ഉള്ളതുകൊണ്ട് ചേട്ടന് വെക്കാൻ എളുപ്പമായിട്ടോ. അപ്പോൾ പല രീതിയിൽ പല സ്ഥലത്തും ഇത് വെക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് പാടം മാത്രം വേണമെന്നില്ല, കരയിലാണെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും.
7 മാസത്തിനിടയ്ക്ക് എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചു? പിന്നല്ലേ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ട്, ഇത് ആ വെള്ളക്കൂമ്പ് പോലെ വന്നിട്ട് ഇത് മുരടിപ്പ് പോലെ വരും, ഇലയ്ക്ക് വീതി കുറവ് വരും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ തുരിശും കുമ്മായം കൂടെ ബോഡമിശ്രിതം കൂട്ടി അടിക്കും. അതെല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടിച്ചതാ. ഫംഗസ് ബാധ ഇത് വരില്ല. ഞാൻ ഈ സൂഡോമോണസ് ഒക്കെ അടയ്ക്കുന്നത് ഇതുവരെ അങ്ങനെ രോഗം കണ്ടിട്ടില്ല. എനിക്ക് അതിൻ്റെ അകത്ത് തുളസിയിലയും ശർക്കരയും കൂടെ, തുളസിയില പിഴിഞ്ഞെടുത്തിട്ട് ശർക്കരയും ചീകിയിട്ടിട്ട് ഒരു പാരസെറ്റമോളും കൂടെ ഇട്ടിട്ട് സ്വന്തമായിട്ടൊന്നും ഞാൻ യൂട്യൂബിൽ കണ്ട ആരോ ചെയ്ത് ഇങ്ങനെ പറഞ്ഞൊരു പാർട്ടി പറഞ്ഞ കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. ഈ കപ്പളങ്ങ ഏകദേശം ഒരു 2 കിലോയും 2.5 കിലോ ഒക്കെ ആവും കേട്ടോ ചിലത്. എന്തായാലും ഒരു 1.5 കിലോ മേലോട്ട് എല്ലാം തന്നെ ഉണ്ടാവും കേട്ടോ. നിലവിൽ ഇവിടെ ചേട്ടൻ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. മഴ പെയ്താൽ പിന്നെ കുഴപ്പമില്ലല്ലേ ചേട്ടാ, പിന്നെ നനയ്ക്കുന്നല്ലേ. പിന്നെ രാസവളം എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. നമ്മൾ എത്രത്തോളം പറഞ്ഞാലും ചില എന്നാ പറഞ്ഞ കീടങ്ങളൊക്കെ ഓടിക്കണമെങ്കിൽ രാസവളം തന്നെ പറ്റുള്ളൂ. പിന്നെ ഇത് മുഴുവൻ രാസവളം ഉപയോഗിച്ചാലാട്ടോ ഇതിന്റെ ടേസ്റ്റുകളൊക്കെ വ്യത്യാസം വരുള്ളൂ. കാരണം നമ്മൾ കൂടുതലായിട്ട് 1-2 പ്രാവശ്യമൊക്കെ രാസവളം ഇടുന്നുള്ളൂ. നമ്മൾ മുഴുവൻ രാസവളത്തെ കൃഷി ചെയ്താലാണ് എന്താ കൃഷിയുടെ രീതി. കടലപ്പിണ്ണാക്കും തന്നെയല്ലേ പൊടിച്ചേർന്നല്ലേ? പിന്നെ ഇതിനൊക്കെയാണെങ്കിൽ നല്ല വലുപ്പം വെച്ചല്ലേ, നനച്ചു കൊടുക്കാം അല്ലേ. എന്തായാലും നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ റെഡ് ലേഡിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പം ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാലോ എത്ര ആൾക്കാർ വീട്ടിൽ ഈ കൃഷിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. അതെ. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയുടെ തൊടുപുഴയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ പന്നൂർ എത്താൻ പറ്റും. അപ്പം ചേട്ടൻ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ ഇത് പഴുക്കുമ്പോൾ കിട്ടുമെന്നൊക്കെ. ഇതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പഴുപ്പായി കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം ഇങ്ങനെ എന്നാ പറഞ്ഞ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അതാണ് കൂടുതലും ഈ സാധനങ്ങൾ നമുക്ക് പുറത്തേക്ക് വിദേശത്തേക്ക് കയറ്റി വിടാറുണ്ട് ചേട്ടാ. അപ്പോൾ കയറ്റുമതി കൂടുതലുള്ള ഒരു പപ്പായാണിത് സാധാരണ രീതിയിൽ. എന്തായാലും ഈ ഒരു പപ്പായ ഈ നാട്ടിൽ കൃഷി ചെയ്ത് വിജയിച്ച ഒരു ചേട്ടനാണ് നമ്മുടെ ഹരിച്ചേട്ടൻ. അപ്പോൾ ഹരിച്ചേട്ടൻ എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കൃഷി രീതികളൊക്കെ കൊണ്ടുവരിക, നമ്മുടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുക, ചേട്ടൻ്റെ ടെക്നിക്കുകളൊക്കെ എല്ലാവരും അറിയട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരെ ബൈ. ബൈ കേട്ടോ, പിന്നെ കാണാം. അമ്മച്ചി ഇവിടെ വാഴക്കൊലയൊക്കെ വെട്ടി വെച്ചാണ് കേട്ടോ. ഇത് ഏതാണ് മറ്റേ ഞാലിപ്പൂനല്ലോ, ചുണ്ടില്ലാത്ത കാ. ഓക്കെ. പേരെങ്ങനെ അമ്മച്ചിയുടെ? അമ്മച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് രാജമ്മ. രാജമ്മ അല്ലേ? ഞങ്ങൾ ഇവിടെ താമസിച്ചോണ്ടിരുന്ന ഇവിടെയാണ്. ഇവിടെ ഈ ഇതിന്റെ തൊട്ടപ്പുറേ. അതെ അല്ലേ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു മഴ പെയ്തില്ലെങ്കിൽ എത്ര നാളത്തെ കഷ്ടപ്പാടല്ലേ ഒരു കർഷകന്റെ ഇല്ലാതാവുന്നത്. നമ്മുടെ എനിക്ക് വേണേൽ ഈ ഒരു മാർച്ച് ലാസ്റ്റ് ആയതിന് ഒരു മഴ അങ്ങനെ അവിടെ പെയ്തു കേട്ടോ. 2 ദിവസം മുമ്പ് ഒരു മഴ പെയ്തു. അപ്പം ഇനിയും മഴയ്ക്ക് പ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ ചേട്ടൻ്റെ കുളത്തിലെ വെള്ളം വറ്റാൻ വേണ്ടി പോവാണ്. അപ്പം മഴ എത്രയും പെട്ടെന്ന് മഴ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.